എന്റെ ഒറ്റക്കാലി കുത്തിയിരിക്കും മുത്തപ്പ. ഇന്നത്തെ പരിപാടി ഒരു വക്കാണും ഇല്ലാണ്ട് തീരണേ. നാളെ എന്റെ കല്യാണമാണ്. സ്വത്തുപ്പിടി നീ എന്താ മേപ്പിട്ട് നോക്കി നക്ഷത്രം അതിനൊക്കെ ഈ സമയമുണ്ടല്ലോ. നിന്റെ കൂടെയൊക്കെ അല്ലേ നടക്കണ്. നക്ഷത്രവും സൂര്യനും ചന്ദ്രനും ഒക്കെ എണ്ണേണ്ടി വരും. നീ വെറുതെ തത്തക്കപ്പത്തേക്കൊക്കെ കൂട്ടം കൂടണ്ട. കല്യാണം തലയ്ക്ക് ദിവസമാണ്. എല്ലാവരും കുഞ്ചു പഞ്ചാനങ്ങളൊക്കെ ആയിട്ട് എത്തും. അതെ ഞാൻ ചോറ് കൊണ്ടോ നോക്കിട്ട് വരാം. ഞാൻ സ്വത്തുപ്പൊടി അങ്ങനെ നിൽക്കും കല്യാണമായില്ലേ. ഈ ഭാസ്കര മാമ ഇവിടെ ഉണ്ട്. നമുക്ക് കല്യാണം കലക്കണം. കലക്കാനാ? എന്റെ ഭാസ്കര മാമ ആറ്റുനൂറ്റുണ്ടായ കുടിയപ്പാടാണ്. നിങ്ങൾ കുടിച്ച് കുട്ടിച്ചോരാക്കണ്ട. ഞാൻ സ്വത്തു ഞാൻ 7 മണി വരെ വ്രതമാണ്. വേഗത്തിരി കുമ്പളങ്ങിയും കോഴിയിറച്ചിയും കഴിച്ചിട്ട് ഞാൻ പോകാന്ന്. എന്താണ്ടാ സ്വത്തു നിക്കൊക്കെ എങ്ങനെയാടാ പെണ്ണ് കിട്ടിയത്? ചന്ദ്രേട്ടാ എന്താന്ന് അങ്ങനെ ഒരു കൂട്ടം? അങ്ങനെയല്ലടാ മേനെ, വല്ല ബ്രോക്കർ വഴി വന്നാണോ അല്ലെങ്കിൽ മന്ത്രിമണിയോ കുന്ത്രിമണി എന്തോ ഇല്ലേ, അങ്ങനെ വന്നാണോ എന്ന് കേട്ടതാണേ. മന്ത്രിമണി മാട്രിമണിയൊക്കെ തന്നെ. ഓ വലിയ പന്തലാണല്ലോ, നോക്കി നിക്ക് അല്ലെങ്കിൽ ഒക്കെ കൂടി പൊളിച്ച് തലമണ്ടിയിൽ വീഴും. ഈ സ്വത്തേട്ട നിങ്ങൾ അത് കാര്യമൊക്കെ ഉണ്ടാന്ന്. അയാൾ തൊള്ള തുറക്കണം കുടിക്കാനും കുഞ്ചു പറയുന്ന മാത്രമാണ്. അത് പോട്ടെ സുഷ്മേ, നല്ല കോഴിയും കുമ്പളക്കും ഉണ്ട്. വൈര് നിറയെ കഴിച്ചിട്ട് പോയാ മതിട്ടാ. മകനെ ചോറ് കൊടുക്കാൻ നേരമായില്ലേ, നീ അവിടെ പോയി നോക്ക്. രമേശ് നേരം എത്രയാടാ? നേരം 7 മണിയാവണോ? എന്തേ? വെറുതെ കൈയും കാലൊക്കെ ഒരു പൊരിച്ചില് ഏതാ ഉള്ളത്? നീ ഒരു 1.5 ഒഴി. ഓ ഭാസ്കരേട്ടാ, ഒരു വാട്ട ജവാൻ ജവാനെങ്കിൽ ജവാൻ 2 അടിച്ചാലേ കല്യാണം ഇവിടെ യുദ്ധക്കളും ആകുമോ? ആകും പോകാൻ നോക്കാലേ.